സോറി, ഇതെന്റെ ക്യാമറമാനാണല്ലേ. എല്ലാവർക്കും നമസ്കാരം. അട്ടപ്പാടി യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഈ കൊറോണ കാലത്തൊരു ട്രിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ടെൻഷനാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്തെ യാത്ര നിങ്ങൾ കൂടെ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കാം. സാധാരണ പാറമേക്കാവിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. കൂടുതലും നിങ്ങൾ വിഷ്വൽ കണ്ടിട്ടുണ്ടാവുക. ഇന്നും യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ ഈ കാണുന്നത് എല്ലാവർക്കും അറിയാലോ, പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് എന്ന് പറയുന്നത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഏറ്റവും വലിയ ഫേമസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെടിക്കെട്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇനി തിരിച്ച് പോവാണ്. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ, ഷൊർണൂർ, ചെർപ്പളശ്ശേരി, മണ്ണാർക്കാട്, ഇതാണ് നമ്മളുടെ റൂട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വിഷ്വൽ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതാണ് കാണിച്ചത് കേട്ടോ. ഇനി ശരിക്കും നമ്മൾ ഷൊർണൂരാണ് അടുത്ത സ്പോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഷൊർണൂർ എത്തി എന്ന് പറയാം. ഇവിടെ ഈ ഭാരതപ്പുഴ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം ഞാൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പുഴ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷൊർണൂർ നമ്മുടെ നാടായില്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സന്തോഷമാണ്. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ലേ. ഈ യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ലഹരിയാണ് എന്ന് എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ യാത്ര പോകുന്ന ആളുകൾക്കറിയാം അതിൻ്റെ ഒരു ലഹരി എത്രത്തോളമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലഹരി എന്ന് പറയുന്നത് എന്ന്. യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ പോകാത്തവർക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവില്ല. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് അധികമൊന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അധികമൊന്നും യാത്രകളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഉള്ള സമയത്തും പോകാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ടൂർ പാക്കേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. ഒരു യാത്ര സംഘടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്തത് കൊണ്ടുപോകാനുള്ള ഒരു ത്വരയാണ്. ചിലപ്പോൾ ഒക്കെ ഫ്ലോപ്പ് ആവാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ലാതെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ യാത്രകൾ സംഘടിപ്പിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ കൊറോണ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അല്ലെങ്കിൽ ടൂർസിൻ്റെ പേര് ഡോറയുടെ പ്രയാണം എന്ന് ഇടാൻ ഒരു കാരണമുണ്ട്. അതായത് മിക്കതും ഞങ്ങൾ FM-ലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂറുകളൊക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കും, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്ന്. അപ്പം അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എൻ്റെ കൂടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ RJ ജിബിൻ എന്ന് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ടൂറൊക്കെ തുടങ്ങാൻ പോവാണ്, ഒരു പാക്കേജൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്താണ് പേരിടുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനാണ് റെക്കമെൻഡ് ചെയ്തത് ഡോറ. അതായത് ഞാനിങ്ങനെ എങ്ങോട്ടാണ് പോകണേ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ അത് ഡോറയാണല്ലോ ചോദിക്കാറ്. അപ്പോൾ ഈ പേരാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു പേര് സജസ്റ്റ് ചെയ്തത്. ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അയച്ചു കിടക്കട്ടെ ഡോറയുടെ പ്രയാണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പേര് ഫിക്സ് ചെയ്തത്.
ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാടാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ടൗണാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട്ടേക്കായിട്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിയായതുകൊണ്ട് മണ്ണാർക്കാട് അങ്ങനെ ഒന്ന് കാണാൻ പറ്റി. എന്തായാലും നല്ല അത്യാവശ്യം വലിയ ടൗണാണ്. ഈ ഭാഗത്തു കൂടെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കണ്ടോ, ഭൂപ്രകൃതിയൊക്കെ ആകെ മാറി തുടങ്ങിയില്ലേ? നല്ല മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് എന്താണൊരു ഭംഗിയല്ലേ? ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ പുറത്തേക്കും കാഴ്ചകളും നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് കേട്ടോ. നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം അതായത് വേറെ ഒന്നുമല്ല, ഇപ്പം നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്ക് വെക്കണം, സാനിറ്റൈസ് ചെയ്യണം, പോകുന്ന സ്ഥലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം, പോകാൻ പേടിയാണ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നഷ്ടപ്പെടുത്തിയത് ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്നുള്ളത്. പല റീസൺ കൊണ്ട്. എൻ്റെ കുട്ടികൾ ചെറുതാണ്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടട്ടെ, എൻ്റെ മക്കൾ വലുതാവട്ടെ, അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ കൊണ്ട്, നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും പല റീസൺ കൊണ്ട് നമ്മൾ യാത്രകൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ളവരായിരിക്കും. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ യാത്ര നടത്തിയതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയ സന്തോഷം തോന്നുന്നൊരു യാത്ര എന്ന് പറയുന്നത് ലക്ഷദ്വീപായിരുന്നു. കാര്യം അത് അന്ന് പോയില്ലായിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഞാൻ വലിയൊരു നേട്ടമായിട്ട് ഇപ്പോൾ കാണുന്നത്. ഈ അട്ടപ്പാടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നതേ, അയ്യപ്പനും കോശിയും സിനിമ കണ്ടത് മുതലാണ് അയ്യോ ഒന്ന് പോയി കാണണം എന്ന് ആ സമയത്ത് മനസ്സ് വല്ലാതെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അത് കണ്ടിറങ്ങിയ സമയത്ത് അങ്ങനെ യാത്ര വേറെ കുറേ കാര്യങ്ങളും പ്ലാനൊക്കെ ആയിട്ട് നമ്മളത് നടന്നില്ല. പിന്നെ കൊറോണ ചട്ടം വന്നല്ലോ, ഇത്രയും കാലമായല്ലോ. അതിന് ശേഷം നമ്മളിപ്പോഴാണ് പോകുന്നത്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം വലുതായിട്ടുണ്ട്. ഒന്ന് നോക്കിയ ആകാശം, നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ആകാശം ഇത്ര ഭംഗിയായിട്ട് നമുക്ക് തോന്നാറില്ലല്ലോ. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. എന്തൊരു സുന്ദരിയാണല്ലേ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷവും ഒരു അത്ഭുതവും ഒക്കെ തോന്നുന്നത്. എനിക്ക് ശരിക്കും ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കണ്ടിട്ടൊക്കെ എന്താ തോന്നുന്നത്? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ എല്ലാവരും വണ്ടി നിർത്തുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ പക്ഷേ ഇറങ്ങുന്നില്ലേ, നല്ല വെയിലാണ്. അപ്പോൾ വെറുതെ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ആരും ഇറങ്ങാത്തത്. ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, അതായത് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് പലപ്പോഴും, ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഇങ്ങനെ യാത്രക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രധാന ഭക്ഷണമായിട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? അതൊക്കെ ഇല്ലാണ്ടായിട്ട് എത്രയോ കാലമായി. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പതിയെ സജീവമായിട്ട് ഇവരുടെ വയറും നിറഞ്ഞു വരുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലേ? ശരിക്കും ഒരു യാത്ര പോകുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതങ്ങളിലേക്കാണ് വരുമാന മാർഗം എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഒരു വണ്ടി വിളിക്കുകയാണെങ്കിലും, നമ്മൾ താമസിക്കുന്ന റിസോർട്ടാണെങ്കിലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും, നമ്മൾ ഷോപ്പ് ചെയ്യുന്നതും ഒക്കെ പല കുടുംബങ്ങളിലേക്കാണ് ആ കുഞ്ഞു വരുമാനം എത്തുന്നത്. അപ്പം അങ്ങനെ ടൂർ പോകുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതം കൂടാണ് മെച്ചപ്പെടുന്നത് എന്ന് സാരം. ഓക്കെ. ഇത് നമ്മുടെ കൂടെ വരുന്ന ജോൺ ചേട്ടനാണ്, ഗൈഡാണ്. ഇദ്ദേഹമാണ് അട്ടപ്പാടിയിലെ പല സ്ഥലങ്ങളും നമ്മളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ എത്തിയിരിക്കുന്നത് മുക്കാലി ജംഗ്ഷനാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത്, അല്ലെങ്കിൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് സൈലൻറ്റ് വാലി ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലാണ്. അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് നോക്കാം.
ഇതാണ് നമ്മുടെ കൂടെ വന്ന ടീംസ്. ഞങ്ങൾ മൊത്തം പറയുവാണെങ്കിൽ ഒരു 10 പേരുണ്ട്. ഇതിനകത്ത് പല മുഖങ്ങളും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കുറച്ച് പുതിയ മുഖങ്ങളും ഉണ്ട്. ഈ സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഇത് ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് 5 മണിക്കൂറാണ് ഇവിടുന്ന് ട്രക്ക് ചെയ്ത് ഇവിടുത്തെ ജീപ്പിൽ ഫോറസ്റ്റിൻ്റെ ആളുകൾ നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കറിയാം പ്രത്യേകിച്ച് ഹോട്ടലും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഈ ഒരു 5 മണിക്കൂർ യാത്ര നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ആവുന്നതനുസരിച്ച് മാക്സിമം 12 മണി വരെ ഇവിടെ എത്താൻ കുഴപ്പമില്ല. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ചു വരാനും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം തീരുമാനമാവും. കാരണം പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നും കഴിക്കാനും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം ഏറ്റവും നല്ലത് രാവിലെ വരുന്നത് തന്നെയാണ്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചെത്താം. അപ്പോൾ ആ 5 മണിക്കൂർ യാത്രയ്ക്ക് ഏകദേശം 5 പേര് ആണ് ഒരു ജീപ്പിൽ കൊണ്ടുപോവുക. 3250 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയി ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോവാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചെമ്മണ്ണൂർ ക്ഷേത്രത്തിനടുത്താണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് മല്ലീശ്വരമുടി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം അവിടേക്കൊന്ന് പോയിട്ട് വരാം. ഒരുപാട് ഈ കാണുന്ന മലയാണ് മല്ലീശ്വരമുടി. ഈ മല്ലീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ മല്ലീശ്വരമുടി എന്നൊക്കെ പേര് വരാൻ ഒരു കാരണമുണ്ട്. അതായത് കരുവാര ഊരിലെ മല്ലി, ഈ മല്ലി ഊരുമൂപ്പൻ്റെ മകളാണ്. അപ്പോൾ ആ ഊരുമൂപ്പൻ്റെ മകൾ ഒരാളെ സ്നേഹിച്ചു. അതായത് ഒരേ കുലത്തിലുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അവരുടെ ഒരു ഇതിൽ നിയമമുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ അവർ സ്നേഹിച്ചു. അപ്പോൾ ഇവർ കല്യാണത്തിനൊന്നും സമ്മതിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ കാട്ടിലേക്ക് പോയി, അതായത് ഈ മല കയറിപ്പോയി ആ മലയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് ഒരു കഥ. അങ്ങനെയാണ് ഇതിന് മല്ലീശ്വരമുടി എന്ന് പേര് വന്നത്. ഈ ആദിവാസികളുടെ അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. അപ്പോൾ ഈ ശിവരാത്രിക്ക് 41 ദിവസം ആളുകൾ, അതായത് ഈ ഊരിലെ ആളുകൾ വ്രതമൊക്കെ എടുത്ത് ഈ മലയിൽ ഒരു വിളക്ക് തെളിയിക്കും. അതാണ് ശിവരാത്രിക്ക് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ഊരിലുള്ള എല്ലാ ആളുകളും വരും. അങ്ങനെ വലിയൊരു ചടങ്ങാണ്, വലിയൊരു ആഘോഷമാണ് ഇവിടെ.
ഇതാണ് ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രം. നമ്മൾ തൊഴുതു. തൃശ്ശൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് നമ്മൾ ആദ്യത്തെ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ നേരത്തെ സൈലന്റ് വാലിയിൽ ജസ്റ്റ് അതിൻ്റെ മുന്നിലൊക്കെ കണ്ടു എന്നേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് ട്രക്കിങ്ങിനൊന്നും പോയില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ സ്പോട്ടാണിത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്കുള്ള വരവും അതുപോലെയുള്ള വരുന്ന വരെയുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ തൽക്കാലം ഈ അട്ടപ്പാടിയിലെ ആദ്യത്തെ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. നല്ല ഉച്ചയാണ് സമയം, പക്ഷേ ഇവിടെ നല്ല മരങ്ങളും കാറ്റും ഒക്കെ ആയതുകൊണ്ട് ഉച്ചയുടെ ഒരു ചൂടും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട്.